channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓണം സീരീസിന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഓണം റിലേറ്റഡ് ആയിട്ടുള്ള. പക്ഷേ ലോങ് ഫോർമാറ്റിലെ ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പോൾ എല്ലാത്തെയും പോലെ തന്നെ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ നമ്മൾ ഒരു മേക്കപ്പ് വീഡിയോയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അത്ര ലൗഡ് ആയിട്ടുള്ള മേക്കപ്പ് ലുക്കല്ല നമ്മൾ ഇന്ന് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ക്ലാസി ലുക്കാണ്. നിങ്ങൾക്കൊരു ഓണം സെലിബ്രേഷന് പോകുമ്പോൾ ഓഫീസിലോ കോളേജിലോ ഒക്കെ പോകുമ്പോഴത്തേക്കും ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ലുക്കാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകണം. അതുപോലെ തന്നെ ഹെയർ സ്റ്റൈലും ജ്വല്ലറി ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ഓൾറെഡി സാരിയൊക്കെ ഡ്രേപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഈ സാരി വന്നിട്ട് ഞാൻ കല്യാണ സമയത്ത് രാവിലെ അമ്പലത്തിൽ പോയപ്പോൾ ഉടുത്ത സാരിയാണ്. അന്ന് മടക്കി വെച്ചതാണ്. അതിന് ശേഷം ഇപ്പോഴാണ് ഞാൻ ഈ സാരി എടുക്കുന്നത്. ഭയങ്കര നല്ല ഭംഗിയുള്ള സാരിയാണ്. ഇത്രയും ഭംഗിയുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു സാരി എന്ന് വിചാരിക്കുന്നുണ്ടാവും. ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ആ സമയത്ത് കല്യാണ ടെൻഷൻ ആണല്ലോ. അപ്പോൾ ഇതൊന്നും ഞാൻ അറിയുന്നില്ല. എന്താ എടുത്തത്, എങ്ങനെ എടുത്തത്. അമ്മ കൂടെ വന്നിട്ട് ഇത് കൊള്ളാമോ, ഇത് കൊള്ളാമോ, ഓക്കെ എടുത്തോളൂ, നോ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞ് എടുത്തുകൊണ്ട് വന്ന സാരിയാണ്. അന്ന് രാവിലത്തെ ടെൻഷൻ, കരച്ചിൽ, പിടിച്ചിൽ, അയ്യോ ഒന്നും ആലോചിക്കാൻ വയ്യ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്താ കൊടുത്തത്, എന്താ ചെയ്തതെന്ന് ഇന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അന്ന് മടക്കി വെച്ച സാരി ദേ ഇത്ര ഭംഗിയുള്ള സാരിയാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ മയിലൊക്കെ ഉണ്ട് ഇതിൽ. എന്തായാലും നല്ല ഭംഗിയുള്ള സാരിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോവാണ്. വീഡിയോക്ക് പോകുന്നതിന് മുന്നേ എന്നെ ആദ്യമെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഹായ്, എൻ്റെ പേര് പാർവതി, ഞാനൊരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഈ ചാനലിൽ നമ്മൾ ബ്യൂട്ടി, മേക്കപ്പ്, ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഇടുന്നത്. എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID parvati_makeup എന്നാണ്. അതുപോലെ തന്നെ എൻ്റെ വർക്ക്സ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ parvati_makeover എന്നാണ്. ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ വിത്തൗട്ട് എനി ഫർദർ ഡ്യൂ let's get into the video. അപ്പോൾ ഏതൊരു മേക്കപ്പ് ലുക്ക് പോലെ തന്നെ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണ്? ക്ലെൻസിങ് ആണ്. നന്നായിട്ട് തന്നെ ഫേസ് ക്ലെൻസ് ചെയ്യുക. അതിനുശേഷം ഒരു ടോണർ അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മോയ്സ്ചറൈസർ വെച്ചിട്ടാണ്. അതിന് മുന്നേ ഈ രണ്ട് സ്റ്റെപ്പും കഴിഞ്ഞിട്ട് വേണം ഈ ഒരു സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട്. ഓക്കെ, ഒരു ഡിസ്ക്ലെയിമർ പോലെ പറയുകയാണ്. സ്കിൻ പ്രെപ്പ് നന്നായിട്ട് ചെയ്യുക. അതിനുശേഷം വേണം നമ്മൾ മേക്കപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ഞാനിപ്പോൾ കാണിക്കുന്നത് മോയ്സ്ചറൈസറാണ്. അപ്പോൾ അതിന് മുന്നേ ക്ലെൻസിങ് ആൻഡ് ടോണിങ് ചെയ്തിരിക്കുക. ഓക്കെ, അപ്പോൾ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ ഓരോന്നോരോന്നായിട്ട് പറയുന്നുണ്ട്. കൂടാതെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മാക്സിമം കൊടുക്കാനായിട്ട് നോക്കാം. ചില സമയങ്ങളിൽ എനിക്ക് കൊടുക്കാൻ പറ്റാതെ വരും. അപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും തരാൻ പറഞ്ഞിട്ട് എന്തോ തരാത്തേന്ന്. അത് മനഃപൂർവ്വമല്ല, ചില സമയങ്ങളിൽ വിട്ടു പോണതാണ്. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോവാം. അതിൻ്റെ കൂടെ ഞാൻ താഴെ മാക്സിമം കൊടുക്കാനായിട്ട് നോക്കാം. ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് സിമ്പിളിൻ്റെ ഹൈഡ്രേറ്റിംഗ് ലൈറ്റ് മോയ്സ്ചറൈസറാണ്. അപ്പോൾ എൻ്റെ സ്കിൻ ടൈപ്പ് നിങ്ങൾ മനസ്സിൽ വെച്ചോ. എൻ്റെ സ്കിൻ ടൈപ്പ് ഓയിലി കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണ്. അതിങ്ങനെ മാറിയും തിരിഞ്ഞൊക്കെ ഇരിക്കും. ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ വരുമ്പോഴത്തേക്കും മാറിയും തിരിഞ്ഞൊക്കെ ഇരിക്കും. അപ്പം ഓയിലി കൈൻഡ് ഓഫ് കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണ്. ചിലത് ഡ്രൈ ഒക്കെ ആവാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഹൈഡ്രേറ്റിംഗ് ലൈറ്റ് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡേ ടൈം ആയിരിക്കുമല്ലോ സെലിബ്രേഷൻ. അപ്പം മോയ്സ്ചറൈസർ കഴിഞ്ഞിട്ട് അടുത്ത് ചെയ്യേണ്ട സ്റ്റെപ്പ് ഇതുപോലെ തന്നെ സൺസ്ക്രീൻ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ സൺസ്ക്രീൻ കാണിക്കുന്നില്ല. കാര്യം ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന കാര്യം ഞാനിത് രാത്രി സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത്. വെറുതെ പ്രോഡക്റ്റ് വേസ്റ്റേജ് വരുമല്ലോ. സോ സൺസ്ക്രീൻ നിങ്ങൾ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്തിരിക്കുക. ഓരോ സ്റ്റെപ്പും കഴിഞ്ഞിട്ട് ഒരു 60 സെക്കൻഡെങ്കിലും വെയിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാനായിട്ട്. ആ പ്രോഡക്റ്റ് ഒന്ന് അബ്സോർബ് ചെയ്യാനുള്ള ടൈം നമ്മൾ കൊടുക്കണം. ഓക്കെ, ഓയിലി സ്കിൻ ആയതുകൊണ്ട് മോയ്സ്ചറൈസർ വേണ്ട അങ്ങനെയൊന്നുമില്ല. എല്ലാ സ്കിൻ ടൈപ്പിനും അവരവർക്ക് ചേരുന്ന രീതിയിലുള്ള മോയ്സ്ചറൈസേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പ്രൈമറാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫൗണ്ടേഷൻ ഓക്സിഡൈസ് ആവണ്ട, ഗ്രേ ആവണ്ട എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു പ്രൈമർ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ മേക്കപ്പിലൊക്കെ ലോങ് ലാസ്റ്റിംഗ് ആവാനും പ്രൈമർ മസ്റ്റാണ്. അപ്പോൾ പ്രൈമർ അപ്ലൈ ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ പ്രൈമറിന് വേണ്ടി ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് പാക്കിൻ്റെ പോർ പ്രൈമർ ഫ്ലോലെസ് ഫിനിഷ് പ്രൈമറാണ്. ഇത് നമുക്ക് എന്തെങ്കിലും പോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കവറാക്കും. എനിക്കിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓയിലി സ്കിൻ ടൈപ്പ് ആയതുകൊണ്ട് ഫേസിൽ പോഴ്സ് ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ബ്ലേഡ് ആക്കിയിട്ട് നമുക്ക് നല്ലൊരു ഫിനിഷ് കിട്ടും. അപ്പം അതുകൊണ്ട് അത് ഈ ഏരിയാസിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ബാക്കി വരുന്നത് ഞാൻ ഫേസിലും മൂക്കിലൊക്കെ നമ്മൾ എന്താ ഓയിൽ പ്രൊഡക്ഷൻ, സെബം പ്രൊഡക്ഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇത് അബ്സോർബ് ചെയ്യാനൊന്നുമല്ല, ജസ്റ്റ് ആ പ്രോഡക്റ്റ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷമാണ് നമ്മൾ അടുത്തത് ഫേസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ പ്രൈമർ കഴിഞ്ഞു. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ബ്ലമിഷസോ അല്ലെങ്കിൽ എന്തെങ്കിലും പിഗ്മെൻറ്റേഷനോ അല്ലെങ്കിൽ ഇപ്പോൾ ഡാർക്ക് സ്പോട്ട്സ്, ഡാർക്ക് സർക്കിൾസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് കളർ കറക്ഷൻ ചെയ്യണം. ഒന്നിൽ കളർ കറക്റ്റർ യൂസ് ചെയ്യണം. അതിനുശേഷം ഒരു കൺസീലർ യൂസ് ചെയ്യണം, ന്യൂട്രലൈസ് ചെയ്യാനായിട്ട്. ഇങ്ങനെ സ്റ്റെപ്പുകളുണ്ട്. അപ്പം അത് ഞാൻ ഒഴിവാക്കിയിട്ട് നേരെ ഫൗണ്ടേഷൻ
ഫൗണ്ടേഷനിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ അത്യാവശ്യം കവറേജ് ഉള്ള ഫൗണ്ടേഷൻ ആണെങ്കിൽ നേരെ ഫൗണ്ടേഷനിലോട്ട് പോവാം. ഡെയിലി വേറെ അല്ലെങ്കിൽ നമ്മളൊരു പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും ഇത്രയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാം ചെയ്യേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ ചെയ്യാം. അത്ര ഹെവി ലുക്ക് അല്ലാത്ത രീതിയിൽ നമുക്ക് ഈ സ്റ്റെപ്സൊക്കെ ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇന്നത്തെ ലുക്കിൽ നമ്മൾ ആ സ്റ്റെപ്പ് ഒഴിവാക്കുകയാണ്. അതിന് പകരം നമ്മൾ ഫൗണ്ടേഷനാണ് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫൗണ്ടേഷന് വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മൈ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള കെ ബ്യൂട്ടി ആണ്. ഓയിലി സ്കിൻ ടൈപ്പാണ്, ഏത് സ്കിൻ ടൈപ്പ് ആയിക്കോട്ടെ, അടിപൊളി ഫൗണ്ടേഷനാണ്. ഇത് അത്യാവശ്യം ഡ്യൂയി സാറ്റിൻ ഫിനിഷൊക്കെ തരുന്ന ഫൗണ്ടേഷനാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഒരു പ്രോഡക്റ്റ് കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് എൽഫിൻ്റെ ഹലോ ഗ്ലോ ഫിൽറ്ററാണ്. നിങ്ങൾ ഈ പ്രോഡക്റ്റ് കണ്ട് മടുത്തതാണ്. ഞാൻ മിക്ക വീഡിയോസിൽ ഞാൻ ഈ പ്രോഡക്റ്റ് കാണിക്കാറുണ്ട്. എനിക്കിഷ്ടമാണ് ഈ പ്രോഡക്റ്റ്. അത്യാവശ്യം ഒരു ഗ്ലോ തരുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പം ഒരു ഇന്നർ ഗ്ലോ എന്നൊക്കെ പറയില്ലേ, ആ ഗ്ലോ ഫേസിലുണ്ടാവും. അപ്പം നിങ്ങൾ ഇതിങ്ങനെ ഓയിലി സ്കിൻ വീണ്ടും ഓയിലി ആവാറില്ലേ, അപ്പം എനിക്കത് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഭയങ്കര ഓയിലി സ്കിന്നാണെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ഒഴിവാക്കിയിട്ട് ഫൗണ്ടേഷൻ മാത്രം യൂസ് ചെയ്താൽ മതി. ബിക്കോസ് ഓയിൽ പ്രൊഡക്ഷനും കൂടെ വരുമ്പോഴത്തേക്ക് കുറേ നേരം കഴിയുമ്പോൾ ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാവും. അപ്പം ഭയങ്കര ഓയിലി ആയിട്ട് തോന്നും. ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് നല്ല ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ രാവിലെ ഒരു ഐസ് ക്യൂബ് വെച്ചിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഓയിൽ കൺട്രോൾഡായിട്ട് നിൽക്കും കുറേ നേരത്തേക്ക്. പിന്നെ വരും, എന്നാലും കുറച്ച് നേരത്തേക്കിലും അത് കൺട്രോൾഡായിട്ട് നിൽക്കും. ഓക്കെ, ഇത് രണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഫ്ലാറ്റ് ഫൗണ്ടേഷൻ ബ്രഷ് യൂസ് ചെയ്താണ് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, എൻ്റെ ഷെയ്ഡ് വന്നിട്ട് കെ ബ്യൂട്ടിയിൽ 135N ആണ്. വളരെ കുറച്ച് പ്രോഡക്റ്റേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇത്രയും പ്രോഡക്റ്റ് എടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഫൗണ്ടേഷൻ ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. എൻ്റെ എക്സാക്റ്റ് ഷെയ്ഡാണ്, അതാണ് അത്രയും ബ്രൈറ്റ് ആയിട്ട് കാണാതെ എന്നെ അത്യാവശ്യം ഒരു കവറേജ് ഉള്ള രീതിയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പം ഇങ്ങനെ വേണം നിങ്ങൾ സ്റ്റെപ്സ് ഫോളോ ചെയ്യാനായിട്ട്. എക്സാക്റ്റ് ഷെയ്ഡ് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ ഒരു ഷെയ്ഡ് ലൈറ്റർ വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിൽ കൂടുതൽ ലൈറ്റർ ഷെയ്ഡ്സിലോട്ട് പോകില്ല, എങ്കിൽ ഗ്രെയിൻ ഉണ്ടാവും. സോ എക്സാക്റ്റ് ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ഷെയ്ഡ് ലൈറ്റർ അങ്ങനെ പോവും. ഡെയിലി വെയറൊക്കെ പോവുകയാണെങ്കിൽ എക്സാക്ട് ഷെയ്ഡ് പോകണമായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇപ്പോൾ ഞാൻ ഒരു ബ്രൈറ്റർ ലുക്ക് കിട്ടാനായിട്ട് എന്ത് ചെയ്യാമെന്നും കൂടെ പറഞ്ഞു തരാം. ഞാൻ യൂസ് ചെയ്യുന്ന കൺസീലർ വന്നിട്ട് ടു ഫേസ്ഡിൻ്റെ കൺസീലറാണ്. ഇത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, ഈ പ്രോഡക്റ്റ് ഇത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏത് പ്രോഡക്റ്റാണോ ഉള്ളത് അത് യൂസ് ചെയ്യുക. എൻ്റെ കയ്യിലുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നേ ഉള്ളൂ. ഓക്കെ, ഇത് ഒരു ലൈറ്റർ കൺസീലറാണ്. എൻ്റെ ഷെയ്ഡിനെക്കാട്ടിലും ലൈറ്ററാണ്. ഇത് യൂസ് ചെയ്തിട്ടാണ് എൻ്റെ ഫേസ് കുറച്ചുകൂടെ ബ്രൈറ്റർ ലുക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് പോകണം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കണ്ണിൻ്റെ അടിയിൽ ഈ ഒരു പാർട്ടിൽ ഇവിടെയാണല്ലോ നമ്മൾ ആ ഒരു ലൈറ്റ് വന്ന് വീഴുന്നത്, ഇവിടെ ഓക്കെ. അപ്പോൾ ഇവിടെ മൂക്കിൻ്റെ ഈ പാലത്തിൽ നെറ്റിയിൽ ഇവിടെയൊക്കെ ലൈറ്റർ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത്യാവശ്യം കവറേജ് ഉള്ള കൺസീലറാണ്. വളരെ കുറച്ച് പ്രോഡക്റ്റ് മതിയാവും. പിന്നെ ജസ്റ്റ് കൈ യൂസ് ചെയ്ത് തന്നെ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ രക്ഷീൻ്റെ ലുക്കില്ലേ? ഇത് ജസ്റ്റ് ഒന്ന് ഇരിക്കട്ടെ. ആ ഒരു ഫുൾ കവറേജ് നമുക്ക് വേണം. അപ്പോൾ അതൊന്ന് സെറ്റായി വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലത്തെ ഒരു കൺസീലർ ബ്രഷ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്യാൻ പാടായിട്ട് തോന്നും. ഇപ്പോൾ ഇവിടെ മിറർ ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് നോക്കണം. ഇപ്പോൾ ബ്ലെൻഡ് ചെയ്യാൻ പാടായിട്ട് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ച് സ്പ്രേ, നമ്മുടെ ഫിക്സിങ് അല്ലല്ലോ, സെറ്റിംഗ് സ്പ്രേ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫേസ് മിസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാർട്ട് ആ ബ്രൈറ്റ് ആയതുകൊണ്ടോ, ഇതാണ് നമ്മുടെ ട്രിക്ക്. ഓക്കെ, പക്ഷെ എന്നാൽ ഈ പാർട്ട് നമ്മുടെ സെയിം ഷെയ്ഡുമാണ്. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്രൈറ്റർ ലുക്ക് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രേയിങ് എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ബിഗിനേഴ്സിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറയുന്നത് ആദ്യമേ ഒത്തിരി പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അവസാനം എല്ലാം ചെയ്ത് വരുമ്പം ഭൂതത്തന്മാരെ പോലെ ഇരിക്കും. സോ ലെസ് ഇസ് ഓൾവേസ് മോർ. കുറച്ച് പ്രോഡക്റ്റ് എടുത്തിട്ട് ആവശ്യത്തിന് കൂട്ടി കൊണ്ടുവരിക. അല്ലാതെ ഒന്നിച്ച് ഒരുപാട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് വേസ്റ്റേജ് ഉണ്ടാവും, എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫിനിഷിങ്ങും കിട്ടില്ല. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് തോന്നും, പക്ഷേ ഇത് നമ്മൾ ലാസ്റ്റ് സെറ്റ് ചെയ്ത് വരുമ്പോൾ സെറ്റായിരിക്കും. ഓക്കെ,
കുറച്ച് സമയം എടുക്കും ഇങ്ങനെ നിന്ന് ബ്ലെൻഡ് ചെയ്തൊക്കെ എടുക്കാനായിട്ട്. ഇനി ഞാൻ അടുത്ത യൂസ് ചെയ്യുന്നത് ബ്ലഷാണ്. ക്രീം ബ്ലഷ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, ആ ഒരു ഡൂയി ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും ക്രീം ബ്ലഷസ് യൂസ് ചെയ്യുക. ഇങ്ങനത്തെ ഒരു ബ്ലഷ് യൂസ് ചെയ്ത്, പൗഡർ ബ്രഷാണ് സംഭവം, പക്ഷേ ചരിഞ്ഞിട്ടായിരിക്കുന്നത്. പക്ഷേ ഇത് യൂസ് ചെയ്താൽ നമ്മൾ ക്രീം പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റാണ്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സി പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇപ്പം ഇച്ചിരി കൂടിയാലും ഇഷ്യൂ ഇല്ല, കാര്യം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതെന്ത് ചെയ്യും, ടോൺ ഡൗൺ ആവും. നമ്മൾ വേർക്കൊക്കെ ചെയ്യുമ്പോഴേ ഇതിൻ്റെ ഷെയ്ഡ് അത്രയും ഉണ്ടാവില്ല, കുറയും. സോ അതുകൊണ്ട് കൂടിപ്പോയി എന്നൊരു തോന്നൽ ഉണ്ടാവണ്ട. കൂടിയാലും അത് കുറച്ച് കഴിയുമ്പോൾ സെറ്റാവും. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഞാൻ ജസ്റ്റ് ഒരു സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അതിനുശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് പൗഡർ വെച്ച് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും, സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ കുറച്ച് നേരം ലാസ്റ്റിംഗ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടാവില്ല. അപ്പം നട്ടുച്ച വെയിലത്തൊക്കെ ആയിരിക്കുമല്ലോ നിങ്ങൾ ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കണം. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ മേക്കപ്പ് അതുപോലെ നിൽക്കാൻ വേണ്ടിയിട്ട് ഈ സ്റ്റെപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ചെയ്യും. ഓക്കെ, ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പഞ്ച് യൂസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ സ്പഞ്ച് ഇപ്പം ഒന്നും നല്ല ക്ലീൻ അല്ലാത്തത് കൊണ്ട് ഞാൻ ബ്രഷ് വെച്ച് തന്നെ ചെയ്യുകയാണ്. ഓക്കെ, അടുത്ത് നമ്മൾ ബ്രോസ് ആണ് ചെയ്യേണ്ടത്. ബ്രോസിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അനസ്താസിയ ബെവർലി ഹിൽസിൻ്റെ ഈ ഒരു പോമേഡ് പോലത്തെ ഒരു സംഭവമാണ്. ഇത് അടിപൊളി സാധനമാണ്. നിങ്ങൾക്ക് ഒട്ടും പിരികയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഐബ്രോസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐ ഷാഡോ ആണ്. അപ്പോൾ ഐ ഷാഡോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കാർണിവലിൻ്റെ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇത്ര നല്ല പാലറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ 4 ഷെയ്ഡ്സൊക്കെ വരുന്ന, അല്ലെങ്കിൽ 6, 9 ഷെയ്ഡ്സൊക്കെ വരുന്ന പാലറ്റ്സ് ഉണ്ടാവുമല്ലോ, അത് യൂസ് ചെയ്യാം. ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് കളർഫുൾ ഷാഡോസ് ഇഷ്ടമാണെങ്കിൽ ഈ തീർച്ചയായിട്ടും ഈ പാലറ്റ് ട്രൈ ചെയ്ത് നോക്കാൻ അടിപൊളി പാലറ്റാണ്. ഇതിൽ ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് കണ്ട, ഭയങ്കര ലൈറ്റ് ഒരു സ്കിൻ ടോൺ മാതിരത്തെ എന്നാൽ അങ്ങനത്തെ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ ക്രീസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. അടുത്ത നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് കാജലാണ്. കണ്ണിൻ്റെ മേലെ ഒന്ന് ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കാനാണ്. മേലെയാണ്. ഇത് റെനയുടെ കാജലാണ്. മിഡ് നൈറ്റ് കോൾ പെൻസിൽ എന്ന് പറഞ്ഞ സംഭവമാണ്. അത്യാവശ്യം നല്ലൊരു കാജലാണ്. അപ്പോൾ കാജൽ വെച്ചിട്ട് ഞാനൊന്ന് ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, റീകോഡിൻ്റെ ഈ ഒരു ബ്രൗൺ കാജൽ മേലെ ഒന്ന് വരച്ചിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് റെഡ് ഷെയ്ഡ്, ഓക്കെ, ഇതിൽ റെഡിഷ് ടോണിൽ ഈ ഒരു റെഡാണ്, ഡാർക്ക് റെഡ്. ഇപ്പോൾ അതിൽ കാണുമ്പോൾ ലൈറ്റായിട്ട് തോന്നും, പക്ഷേ ഇതൊരു ഡാർക്ക് റെഡാണ്. ഇതിൽ നിന്ന് കുറച്ച് പ്രോഡക്റ്റ് എടുത്തിട്ട് അതും കൂടെ ചേർത്തിട്ട് ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ അല്ലാതെ താഴെ നമ്മൾ ടൈറ്റ് ലൈനിങ് ഒന്നും ചെയ്തില്ല. ജസ്റ്റ് ആ സെയിം ബ്രഷ് തന്നെ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുത്തു. മസ്കാര വെച്ചിട്ട് അത്യാവശ്യം മസ്കാര ഇട്ട് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഫേക്ക് ലാഷസ് വെച്ച് കൊടുക്കുക. ഞാൻ ഫേക്ക് ലാഷസ് വെക്കുന്നില്ല. ഈ നാച്ചുറൽ ലുക്കിംഗ് ഫേക്ക് ലാഷസ് ഒക്കെ കിട്ടും. യൂറോപ്പ് ആലിസിൻ്റെ 54 ഒക്കെ ഭയങ്കര നല്ല നാച്ചുറൽ ലുക്കിംഗ് ആയിട്ടുള്ള ഫേക്ക് ലാഷാണ്. 54 ഐ തിങ്ക് 56 ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ 54 ഭയങ്കര നാച്ചുറൽ ലുക്കിംഗ് ഐ ലാഷാണ്. നമുക്കാണെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാഷ് യൂസ് ചെയ്യാം.
ഇനി ഞാൻ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് പൗഡറാണ്, കോമ്പാക്ട് പൗഡറാണ്. നിങ്ങൾക്ക് ഒരു ലൂസ് പൗഡർ വെച്ചിട്ട് വേണമെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കാം. മാക്കിൻ്റെ കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ബ്രഷിൻ്റെ താഴത്തെ ഭാഗം ഇളകിപ്പോയി, അതിനെ ഒട്ടിച്ച് വയ്ക്കണം. അപ്പം അത് വെച്ചിട്ട് ജസ്റ്റ് കണ്ണിൻ്റെ അടിയിൽ ഇതൊരു ബ്രൈറ്റ്നസ്സും തരും, നമുക്കൊരു വാട്ടർ പ്രൂഫ് മേക്കപ്പ് ആക്കുകയും ചെയ്യും നമ്മുടെ ബേസ്. ഈ പ്രോഡക്റ്റ് മാക്കിൻ്റെ ഈ ഒരു കോമ്പാക്ട് പൗഡർ, ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ വർക്കാവുന്ന പ്രോഡക്റ്റുകൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിലുണ്ട്. നമ്മുടെ 452 ഒക്കെ നല്ലതാണ്, കെ ബ്യൂട്ടി നല്ലതാണ്. ഓക്കെ, പിന്നെ കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ ആ ബേസ് ഒന്ന് സെറ്റായി വന്നു. ഇനി നമ്മൾ ബ്ലഷ് ബ്ലഷ് നമ്മൾ നേരത്തെ അത്ര അപ്ലൈ ചെയ്തെങ്കിൽ ഇപ്പോൾ അത് കാണാൻ പോലും ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ കുറച്ച് ബ്ലഷ് കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. എങ്കിൽ ആ ഒരു മുഖത്തിപ്പോൾ ഒരു പ്ലെയിൻ ലുക്കല്ലേ, ആ പ്ലെയിൻ ലുക്ക് മാറ്റിയിട്ട് കുറച്ചുകൂടി നല്ലൊരു ലുക്ക് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ബ്ലഷ് വന്നിട്ട് മാക്കിൻ്റെ സൺ ബാസ്ക് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. അപ്പോൾ ഇത് ജസ്റ്റ് നേരത്തെ നമ്മൾ എങ്ങനെയാണോ ബ്ലഷ് അപ്ലൈ ചെയ്തത് അതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് ഒരു ബ്ലഷ് പ്ലസ് ഹൈലൈറ്റർ കൈൻഡ് ഓഫ് സാധനമാണ്. അപ്പം ഇതും അപ്ലൈ ചെയ്ത് കൊടുത്തു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺടോറിങ് ചെയ്യാം. ഞാൻ കോൺടോറിങ് വലിയ രീതിയിൽ ചെയ്യില്ല, പക്ഷേ ഒരു പൗഡർ കോൺടോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പൗഡർ കോൺടോറിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ബഹമാമയുടെ ബ്രോൺസറാണ്. അത് ജസ്റ്റ് പ്രോഡക്റ്റ് കുറച്ചെടുത്തിട്ട് മൂക്കിൻ്റെ ഈ ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കും. ജസ്റ്റ് ഒന്ന് സെറ്റിംഗ് സ്പ്രേ വെച്ചൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂഡ് ഷെയ്ഡ് അപ്ലൈ ചെയ്യാം നമ്മുടെ ലിപ്പ്, ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രൈറ്റ് ഷെയ്ഡ് അപ്ലൈ ചെയ്യാം. ഞാനിന്നൊരു ബ്രൈറ്റ് ഷെയ്ഡാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നല്ല ഭംഗിയുണ്ടാവും, ഈ സാരിയായിട്ട് ബ്ലെൻഡായി പോകും. അപ്പോൾ ആദ്യം ഞാൻ ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു റെഡിഷ് കളർ റോയൽ റെഡ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡ് യൂസ് ചെയ്ത്, സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലൈനറാണ്. ഇതിൻ്റെ മേലെ കൂടെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പെർഫോമർ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. മേബ്ലിൻ്റെ പെർഫോമർ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. അപ്പം നമ്മുടെ മേക്കപ്പ് ഏകദേശം കഴിഞ്ഞു. സത്യം പറയാലോ, ഞാൻ ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ്. ഇത് സെക്കൻഡ് ടൈം ഞാൻ എടുക്കുന്ന വീഡിയോ ആണ് ഇത് മുതൽ. ഓക്കെ, കഴിഞ്ഞ ദിവസം ഞാൻ ഈ വീഡിയോ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴത്തേക്കും എൻ്റെ SD കാർഡിൽ നിന്ന് എല്ലാ ഫുട്ടേജും ഡിലീറ്റായിപ്പോയി. അവസാനം ഞാനിത് വീണ്ടും മേക്കപ്പ് ചെയ്ത് ബാക്കി ഷൂട്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹെയർ സ്റ്റൈലാണ്. ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു ബൺ ഹെയർ സ്റ്റൈലാണ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ആദ്യം സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ടാണ് നമ്മൾ ബാക്കി ചെയ്യുന്നത്. സൈഡ് പാർട്ടീഷൻ എടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. ചിലർക്ക് സെൻറ്റർ പാർട്ടീഷൻ ചേരാറില്ല, പക്ഷെ ഞാൻ ഇന്ന് സെൻറ്റർ പാർട്ടീഷനാണ് എടുക്കുന്നത്. ഞാൻ അങ്ങനെ എപ്പോഴും സെൻറ്റർ പാർട്ടീഷൻ എടുക്കാറില്ല. എനിക്ക് പണ്ട് സെൻറ്റർ പാർട്ടീഷൻ എടുക്കുന്നേ ഇഷ്ടമില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്കിഷ്ടമാണ്. അപ്പോൾ സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് ഞാനൊരു ലോ പോണിയാണ് കെട്ടിക്കൊടുത്തത്. അതിനുശേഷം നമ്മളിവിടെ എന്തെങ്കിലും ഫ്ലൈ അവേസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊന്ന് ഒതുക്കണം. അത് നമ്മൾ ലാസ്റ്റ് ചെയ്യും. അതിനുശേഷം രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ ഹെയർ എടുക്കുക, പിന്നെ ഒന്ന് പിന്നിട്ട് കൊടുക്കുക. ഓക്കെ, ലൂസായിട്ടല്ല, അത്യാവശ്യം നന്നായിട്ട് ഇറുക്കി തന്നെ, അതായത് ടൈറ്റായിട്ട് തന്നെ പിന്നിട്ട് കൊടുക്കണം. കാര്യം നമ്മൾ ഇതിനെ ബണ്ണാക്കാനായിട്ട് പോവാണ്. ഓക്കെ, ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബൺ ഹെയർ സ്റ്റൈലാണ്, പക്ഷെ അടിപൊളി ലുക്കാണ് കേട്ടോ. അപ്പോൾ അതേ രണ്ട് പിന്നി കെട്ടിയിട്ടുള്ള രണ്ട് വാലായി. ഈ വാലിന് നമ്മളിപ്പം ചുറ്റിച്ചിട്ട് അവിടെ വെച്ചിട്ട് ബോബി പിന്നല്ല ചെയ്യണത്, യു പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്യുവേ.
അപ്പോൾ നമ്മൾ ബണ്ണെല്ലാം അടിപൊളിയായിട്ട് സെക്യൂർ ചെയ്തു. ഇന്ന് നമ്മൾ വെക്കാനായിട്ട് പോകുന്നത് പിച്ചിപ്പൂവാണ്. നല്ല സുന്ദരി പിച്ചിപ്പൂ. ഞാൻ മേടിച്ച സമയത്ത് നല്ല മൊട്ടുപോലെ ഇരുന്ന പിച്ചിപ്പൂ ഇപ്പം നല്ല വിരിഞ്ഞു. അയ്യോ എന്തൊരു മണമെന്നറിയോ. എനിക്ക് ഈ മുല്ലപ്പൂവിൻ്റെ പിച്ചിപ്പൂവിൻ്റെ മണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ കാണുമ്പോഴാണ് ഒന്നുകൂടെ കല്യാണം കഴിച്ചാലോ എന്നല്ല ഇങ്ങനെ. ഇത്രയുണ്ട് കേട്ടോ. ഇത് ഒരു മുഴത്തിന് കൂടുതലല്ലേ. പക്ഷെ എനിക്ക് ചേട്ടാ എത്രയും തന്നു. ഇത് മൊത്തം നമ്മൾ സെക്യൂർ ചെയ്തത് യൂപിൻ വെച്ചിട്ടാണ്. ഓരോ പാർട്ടായിട്ട് ഇങ്ങനെ ചുറ്റിച്ചിട്ട് യൂപിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുത്തു. ബെറ്റർ നമ്മളിപ്പോൾ ഇങ്ങനത്തെ ബണ്ണൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചധികം യൂപിൻസ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ യൂപിൻ എന്ന് പറയുന്നത്. ഇങ്ങനെ യൂ പോലെ ഇരിക്കുന്ന പിന്നാണ് യൂപിൻ. അപ്പോൾ ഇത് കുറച്ചധികം വാങ്ങിച്ചു വെച്ചേക്കാം. ഇത് പൂ വെക്കാനും അതുപോലെ തന്നെ ബണ്ണ് വെക്കുമ്പോഴത്തേക്കും അത് സെക്യൂർ ചെയ്യാനൊക്കെ യൂപിൻസാണ് കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, ഇനി ഇവിടെ എന്തെങ്കിലും ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ബേബി ഹെയർസ്, ഫ്ലൈവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ ഒട്ടിച്ച് വെക്കാനുള്ള ഒരു ട്രിക്കും കൂടെ എൻ്റെ കയ്യിലുണ്ട്. ഇതാണ് വാക്സ് സ്റ്റിക്ക്. ഇത് വെച്ചിട്ട് ഇങ്ങനെ തൂത്ത് കൊടുത്താൽ അതങ്ങനെ ഇരുന്നോളും, പിന്നെ അനങ്ങൂല. ഇങ്ങനെ തൂത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ സെക്യൂർ ചെയ്യും. ഓക്കെ, ഡൺ. എപ്പോഴേ നമുക്ക് വേണമെങ്കിൽ കുങ്കുമൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും. സോ ഇതാണ് നമ്മുടെ കമ്മൽ. നല്ല ജുംക്കയല്ലേ. സോ ഇപ്പം ഞാൻ കാണിക്കുന്ന എല്ലാ ജ്വൽസും നമ്മുടെ പ്ലാനറ്റ് ജ്വൽസിൽ നിന്നാണ്. ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ പ്ലാനറ്റ് ജ്വൽസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അവിടെ കുറേ അധികം നല്ല കളക്ഷൻസ് ഉണ്ട്. നമുക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഞാനിന്ന് ഇട്ടേക്കുന്നത് ഒരു റെഡ് ബ്ലൗസും ഈ മയിലൊക്കെ വരുന്ന ഡിസൈനൊക്കെ വരുന്ന നേരിയ സാരിയാണല്ലോ. അപ്പോൾ അതിൽ കോൺട്രാസ്റ്റ് ആയിട്ട് ഗ്രീൻ പോയാൽ കുറച്ച് ഭംഗി ഉണ്ടാവും എന്ന് വെച്ചാണ് നമ്മളിപ്പം ഗ്രീൻ ചുമക്ക ഇട്ടേക്കുന്നത്. ഇതാണ് ഇന്നത്തെ സ്റ്റാർ. കണ്ടോ, ഒരു താലി മോഡലില്ലേ, ആ സെയിം സാധനമാണ്. പക്ഷെ ഇതിൽ റെഡ് കല്ലും പച്ചയും ഒക്കെ ചേർന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി ഡിസൈനാണ്. കിഡിലൻ ഡിസൈനാണ്, രക്ഷയില്ല, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതാണ് നമ്മളിന്ന് ഇരുന്ന മാല. ഇല്ലേ, നല്ല രസമില്ലേ. അയ്യോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ വള. ഈ ഡിസൈനും അടിപൊളിയാണ്. കണ്ടോ, ഗ്രീൻ റെഡ് എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഡിസൈനാണ് പറഞ്ഞത്. അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും ഇതൊരു റെഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു പിങ്കിഷ് ടോണാണ്, പക്ഷേ കണ്ട റെഡ് എന്നൊക്കെ പറയും. ഇങ്ങനെ റെഡൊക്കെ വരണ ബ്ലൗസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ കോൺട്രാസ്റ്റ് പോയാൽ നല്ല ഭംഗി ഉണ്ടാവും. ഓക്കെ, റെഡ് പോയാലും നല്ല ഭംഗി ഉണ്ടാവും. കോൺട്രാസ്റ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. ഓക്കെ, അപ്പോൾ ഏകദേശം ലുക്ക് നമ്മുടെ കഴിഞ്ഞു. ഇനി പൊട്ടൊക്കെ വെച്ച് സെറ്റ് ആവണം. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് റെഡ് പൊട്ടും, ഒന്ന് ഗ്രീൻ പൊട്ടും. 2 നമുക്ക് വെച്ച് നോക്കാം. സോ ഇതാണ് റെഡ് വരുന്നത്. ഇങ്ങനെയുണ്ട്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്ന് പറയട്ടാ. ഇനി നമുക്ക് ഗ്രീൻ വെച്ച് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രീൻ പൊട്ട്. എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് ഗ്രീനാണ്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടേ? എനിക്ക് മറ്റത് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇതുമായിട്ട് ചേർന്ന് വരുമ്പോൾ ഗ്രീൻ കുറച്ചുകൂടെ നല്ല ഭംഗിയുണ്ടെന്ന് തോന്നുന്നു. അതോ റെഡാണ് ഇഷ്ടപ്പെട്ടത്? നിങ്ങളുടെ ഇഷ്ടം പറയൂ കേട്ടോ. ഗ്രീനിനെക്കാട്ടിലും റെഡ് പോയാൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും. ഞാൻ ഫുൾ ഡൗട്ടിലാണ്. നമുക്ക് റെഡ് ഒന്നുകൂടെ വെച്ച് നോക്കാം. റെഡ് വയ്ക്കുമ്പോൾ വേറൊരു ഭംഗിയില്ലേ. അപ്പോൾ നമുക്ക് റെഡ് തന്നെ പോവാം. റെഡ് ആവട്ടെ നമ്മുടെ ഇന്നത്തെ പോട്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ 1 സൈഡായിട്ടാണ് സാരി ഇടുന്നത്. അപ്പോൾ ഇന്ന് മേക്കപ്പ് ചെയ്യണോണ്ടാണ് ഒരു കംഫർട്ടിന് വേണ്ടിയിട്ട് ഞാൻ മേലോട്ട് കയറ്റി കുത്തി. അപ്പം ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു പിൻ ചെയ്യണം, നമ്മൾ ബാക്കിലൊരു പിൻ ചെയ്യണം. പക്ഷേ ബാക്കിൽ ആരെങ്കിലും പിൻ ചെയ്ത് തന്നാലേ പറ്റുള്ളൂ, ഇല്ല എന്നുണ്ടെങ്കിൽ പറ്റില്ല. അപ്പോൾ ഇവിടെ മാത്രം ഞാനിപ്പോൾ പിൻ ചെയ്യുന്നു. എന്നിട്ട് ഈ സാരി ഒന്ന് ബാക്കിലേക്ക് വലിച്ചു പിടിച്ചിട്ട് ബാക്കിലും കൂടെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളൂ. ജസ്റ്റ് ഒന്ന് നേരെയാക്കി വെച്ച് കൊടുക്കാം. ഈ മാല കുറച്ചുകൂടെ മേലോട്ടിരിക്കണമെങ്കിൽ അതിൻ്റെ ആ ഫുൾ ലുക്ക് ശരിയാവുള്ളൂ.
ഈ ഒരു മൊത്തം ലുക്കിൽ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് താഴെ വന്നൊരു കമൻറ്റ് ചെയ്യുക. ജ്വൽസ് ആണോ, മേക്കപ്പ് ആണോ, ഹെയർ ആണോ, അതോ സാരി ആണോ, എന്താണെന്നുള്ളത് താഴെ വന്നൊരു കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ ടോപ്പിക്കായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.